ഗേറ്റിൽ തലകുടുങ്ങിയ ആനയെ രക്ഷിച്ച് കൂടെയുള്ള ആന. കർണാടക കുടകിലാണ് സംഭവം. Sigagal tanta. Hey. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഏറെ ഹൃദ്യമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. അതുപോലെ തന്നെ കൗതുകകരവുമാണ്. എന്തായാലും നമ്മൾ സഹജീവി സ്നേഹം, സഹോദര സ്നേഹം എന്നൊക്കെ പറയുന്നത് ശരിക്കും മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് എവിടെയാണ് ഈ ഒരു സംഭവം നടന്നത്? ഇത് കർണാടകയിലാണ്. കർണാടക കുടകിലെ തിമത്തി എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഇത് വനാതിർത്തി പ്രദേശമാണ്. ഈ വനാതിർത്തിയിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ സമീപമുള്ള ഭാഗത്തുള്ള ഗേറ്റ് അത് റെയിൽവേ ഫെൻസിംഗ് കൊണ്ടാണ്, റെയിൽവേ പാളങ്ങൾ കൊണ്ടാണ് ഈ ഫെൻസിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ശക്തമായ പ്രതിരോധ വേലിയുള്ള ഇടമാണ്. ആ സമയത്താണ് ഈ ഭാഗത്തുകൂടെ അല്ലെങ്കിൽ മറ്റേതോ ഭാഗത്തുകൂടെ പുറത്ത് ജനവാസ പ്രദേശത്ത് ഈ കാട്ടാനകൾ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു കാട്ടാനയുടെ ഈ തല ഈ വലിയ ഈ ഫെൻസിങ്ങിന്റെ ഇടയിൽ കുടുങ്ങുന്നത്. തുടർന്ന് അത് രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, തലയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇതിനപ്പുറത്തു കൂടി ഈ മതിൽ അല്ലെങ്കിൽ ഈ വേലി കവാടം മറികടന്ന് പോകാൻ ശ്രമിക്കുന്ന മറ്റൊരു കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ആനയാണ് ഈ റെയിൽവേ ഫെൻസിന്റെ ഈ ഇത് ഇരുമ്പ് പട്ട തകർക്കാൻ ശ്രമിക്കുന്നത്. വലിയ കാഠിന്യമുള്ള ലോഹം നിർമ്മിതമായ ഈ പട്ട തകർക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആന പ്രതിരോധ വേദികൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിന്റെ ഒരു സാഹചര്യത്തിന്റെ ഒക്കെ സമ്മർദ്ദം കൊണ്ടാണോ എന്നറിയില്ല, വളരെ എളുപ്പത്തിൽ തന്നെ ആ പട്ട വളച്ച് തകർത്ത് ആ തല കുടുങ്ങിയ കാട്ടാനയെ, കൂടെയുള്ള കാട്ടാനെ രക്ഷിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അതിനുശേഷം രണ്ട് കാട്ടാനകളും കാട്ടിലേക്ക് പോകുന്നതും കാണാം. സമീപത്ത് വാച്ചർമാർ, ആയുധധാരികളായ വാച്ചർമാരുണ്ട്. അവർ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവർ സമീപത്ത് നിൽക്കുന്നതായും ദൃശ്യങ്ങളിൽ കാണാം. പക്ഷെ എന്തായാലും കൂടെയുള്ള ആളെ കൂടെ കൂട്ടുക എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ദൃശ്യം തന്നെയാണത്. കൂടെയുള്ള ആളെ പാതി വഴിക്കിട്ട് അപകടത്തിൽപ്പെട്ട് തിരിച്ച് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടെയുള്ള ആളെ കൂടെ കൂട്ടുക, അതിനെ സാഹസപ്പെടുക എന്നൊക്കെയുള്ള വലിയ മാതൃക കൂടിയാണ് ഈ രണ്ട് മിണ്ടാപ്രാണികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. മനുഷ്യജീവിതത്തിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങൾ കൂടിയാണ് ഈ കാട്ടാനകൾ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറഞ്ഞു വെക്കാം. അതെ, അത് തന്നെയാണ് രതീഷ് വാസുദേവൻ. ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു ദൃശ്യം നൽകുന്നത്. बड़ा 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 बड़ा